8 വോയിസ് അത് അവർക്ക് അറിയില്ല. കാരണം ഞാൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ വോയിസ് ഓൺ ആക്കിയിട്ട് എനിക്ക് ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വമേധ കേസ് എടുക്കും. സ്വമേധ കേസെടുത്ത ചിലപ്പോൾ കണ്ടുവരില്ല. മക്കളായാൽ ഇത്രയൊക്കെ ഉപകാരം ചെയ്തു തരണല്ലോ. സ്വമേധ കേസെടുക്കാനുള്ള വഴി ഉണ്ടെച്ച വായ മക്കളെ. ഞാൻ എന്ത് വയലൻസ് കാണിക്കേണ്ട കാരണം എന്താണെന്ന് അറിയൂ? കാണിക്കണോ? നീ ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വേണ്ട, പലവരും വിളിച്ച് വീഡിയോ ഇടിപ്പിക്കാം. നൻപകളെ ഉപ്പും മുളകും ലൈറ്റ് അഗെയിൻ നമ്മുടെ വീഡിയോയുടെ കോണ്ടന്റ് ആവുകയാണ്. അന്ന് പൊന്നൂസിന്റെ ഒരു വീഡിയോ വന്ന ടൈമിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇനി റിയാക്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. കുറെ പേര് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, വേറെ കുറെ പേര് റിയാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാനിങ്ങനെ വിചാരിച്ച സാധനം ഇനി ഈ ചവറ് സാധനം എടുക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു ഫാമിലിയുടെ ഈ ഒരു ലൂപ്പിന്റെ ഒരു കലാശക്കൊട്ടാണ് നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ലെങ്ത് ഒരു പക്ഷേ വീഡിയോ ഉണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവരുടെ ഒരു കുടുംബം കണ്ടതിൽ വെച്ചാൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇവരുടെ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഒരു ഫാമിലി എങ്ങനെ ആവരുത് എന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ആൻഡ് ഇത്രയും നാറിയ ഒരു കുടുംബത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആ 3 കൂട്ടരെയും ചേർത്താണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ പൊന്നൂസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ പ്രായം ചെറുതാണെങ്കിൽ ഇപ്പൊ മറ്റേ തള്ളവൈ പഠിച്ചിട്ട് വേറെ കുറെ പരിപാടിയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡും അതേപോലെ തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ഈ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിൻ്റെതായിട്ടുള്ള പക്വതക്കുറവ് വിവരക്കേട് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെയൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇവരെ രണ്ടുപേരെയും പടച്ചു വിട്ടേക്കുന്ന ആ ഒരു അച്ഛനും അമ്മയും വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വന്തം മക്കളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക. എടാ, നിങ്ങൾക്കേലും ആ ഒരു വിവരം ബോധം വേണ്ടേ? അത് നമ്മൾ മുമ്പിട്ട വീഡിയോസിനകത്തൊക്കെ നിങ്ങളുടെ ആ ഒരു വന്ന ജീവിത സാഹചര്യം, ആ ഒരു ദുഃഖങ്ങൾ, വിഷമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പോട്ടെ, അത് അങ്ങനെ അങ്ങ് പോട്ടെ, ഇതെങ്ങനെ അങ്ങ് തീരട്ടെന്ന് വിചാരിച്ചു. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ വീഡിയോ ഇടുന്നത് നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ഇടുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇട്ടങ്ങ് നാറി മെഴുകി അങ്ങ് നടക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നന്ദന ഇട്ട വീഡിയോയും നന്ദനയുടെ അമ്മ ഇട്ട വീഡിയോയും കൂടെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നന്ദു വ്ലോഗിലാണെങ്കിൽ 2 ദിവസം മുന്നേ വന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കാം. എന്റെയും എന്റെ കുടുംബത്തെയും ഇല്ലാത്ത കഥകൾ ചമഞ്ഞ് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച ഒരു യൂട്യൂബ് ചാനലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ്. ഇനിയെല്ലാം നിയമത്തിന്റെ വഴി പോവുകയാണ്. എന്റെ ഭാര്യയ്ക്കില്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കും വേണ്ട. കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാൻ സാധിച്ചില്ല. മോർണിംഗ് വീഡിയോ വരുന്നത്. അതായത് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത് നന്ദുവിന്റെ ഹസ്ബൻഡാണ് ഇട്ടേക്കുന്നത്. ഗൂഗിളിൽ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആൻഡ് ഇവരുടെ അതായത് ഈ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നാത്തൂനും അങ്ങേർക്ക് അളിയനും ഒക്കെ എതിരെ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ, അല്ലെങ്കിൽ അവർക്കെതിരെ കൊടുക്കുന്ന ആ ഒരു കംപ്ലൈന്റ്, അതിന് വേറെ ഇനി അതിന്റെ പുറകെ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ടെന്ന്. കാര്യം അതും വിറ്റ് കാശാക്കണം. എന്തുവന്നടേ ഇതൊക്കെ? എന്നിട്ട് ഇയാൾ പറയുന്നത് നമുക്ക് ഇതൊന്നും അല്ല, നമുക്ക് യൂട്യൂബ് അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല, നമുക്ക് നമ്മുടെ വേറെ ജോലിയുണ്ട്, പക്ഷെ ഇതിപ്പോ നമുക്ക് പറയേണ്ടതായിട്ട് വെറുതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തായാലും ഇതിനാണെങ്കിൽ ഒരു മറുപടി ആയിട്ടാണെങ്കിൽ ഇന്ന് ഈ ഉപ്പുമുളകം ലൈറ്റ് ഫാമിലിയിൽ അവരെ അച്ഛനും അമ്മയായിട്ട് വീഡിയോക്കകത്ത് ഒരു സാധനം പറഞ്ഞു. അത് ഇങ്ങോട്ട് വെക്കാം. ഞാൻ കുറച്ച് ദിവസം ചിലപ്പോൾ ഞാൻ അകത്താവട്ടെ. എന്താ വെച്ചാൽ സ്വമേധ കേസെടുത്ത ചിലപ്പോൾ കണ്ടുവരില്ല. എനിക്ക് യാതൊരു പരാതി. മക്കളായാൽ ഇത്രയൊക്കെ ഉപകാരം ചെയ്തു തരണല്ലോ. സ്വമേധ കേസെടുക്കാനുള്ള വഴി ഉണ്ടെച്ച വായ മക്കളെ. ഞാനുള്ള കാര്യം പറയല്ല. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം. എന്തായാലും നിങ്ങൾ വളർത്തിയതിന്റെ ഗുണമാണ് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, കാര്യം മക്കളെ നല്ല രീതിയിൽ നിങ്ങൾ വളർത്തിയില്ല, അതിന്റെ ഒരു പോരായ്മ നിങ്ങളുടെ ഭാഗത്തും തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന നിങ്ങളുടെ ജീവിത സാഹചര്യം അതുകൊണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റില്ല, അങ്ങനെ മാങ്ങ തേങ്ങ ചക്ക ഒന്നും പറഞ്ഞ കാര്യമില്ല. നിങ്ങളെക്കാട്ടിൽ എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഓക്കെ, അവർ എത്ര ദുരിതത്തിൽ നിന്നിട്ടും സ്വന്തം മക്കളെ വഴിതെറ്റിയ രീതിയിൽ പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു പഠിപ്പിച്ചുകൊണ്ട് എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്ന് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ഒന്നും പറയണ്ട. നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താണ് സ്വന്തം മകൾ പറഞ്ഞു ഓക്കെ അങ്ങനെ പൊക്കോട്ടെ, അവളുടെ ജീവിതം എന്തായാലും ഒരാളുമായിട്ട് കല്യാണം കഴിച്ചു, ഇനി അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ളതല്ലേ ഒരാൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്നാ പിന്നെ അവളെ പറ്റി 2 കുറ്റം പറഞ്ഞ് നമ്മുടെ വീഡിയോക്കകത്ത് കണ്ടന്റ് ആക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയായിട്ട് മാറി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, എന്തായാലും നിങ്ങൾ ജയിലിൽ പോയില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി നന്ദു വ്ലോഗിൽ അവരിട്ടേക്കുന്ന വീഡിയോ കൊണ്ട് നമുക്ക് കേൾക്കാം. പലവരും വിളിച്ച് വീഡിയോ ഇടിപ്പിക്കാം. അങ്ങനെ എന്നെ പറഞ്ഞിടണം, അങ്ങനെ എന്നെ ഇടണം. എന്നിട്ട് പലരും പല നല്ലത് മുഖങ്ങളായിട്ട് അവരുടെ വീഡിയോയിൽ വരിക. എങ്ങനെയാണ് പറ്റുന്നത്? ഈ ഒരു സാധനം അവരുടെ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ഇത് ഞാൻ എടുത്ത് ആദ്യം എന്തിനാ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് മുമ്പിട്ട വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് കൃത്യമായിട്ട് നിന്ന് നല്ല സൂപ്പർ കളി കളിക്കുന്നുണ്ട്. അതായത് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ, കാര്യം ഞാൻ 2 ദിവസം മുന്നേ വീഡിയോക്കകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവര് ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻ വ്ലോഗേഴ്സിനും ആണെങ്കിൽ ഇതുപോലെ പേഴ്സണലി വിളിച്ചിട്ടാണെങ്കിൽ ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഈ റിയാക്ട് ചെയ്ത് ഇടുന്ന ബാക്കിയുള്ള വ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം മനസാക്ഷിയുള്ളവരായതുകൊണ്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇവരെയൊക്കെ കൃത്യമായിട്ടിരുന്ന കരിക്കൾ നീക്കൊണ്ടിരുന്നത് ഇവർ 3 പേരും കൂടി തന്നെയാണ്. ഓക്കെ, ഇവർ 3 പേരും ഓരോരുത്തരെ വിളിക്കും. ഈ പറയുന്ന നന്ദന ഉണ്ടല്ലോ, നന്ദനെ രാജ് ടോക്സിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ കരിക്കൾ നീക്കിയിട്ട് പിന്നീട് വന്ന് നന്മപരമായിട്ട് ഒന്ന് വീഡിയോ ചെയ്യുമ്പോഴാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ എന്തുവാണ് ഈ പറയേണ്ടത്? ഇനി നമുക്ക് ബാക്കി ഇവർ പറഞ്ഞേക്കാം. ഒരുപാട് കാര്യം പറയുന്നുണ്ട്, പക്ഷെ പച്ച കള്ളാണ് ഈ പറയുന്നത്. മൊത്തം പറഞ്ഞ കാര്യം വളച്ചൊടിച്ചേക്കുക, പറഞ്ഞ രീതികളെ വളച്ചൊടിച്ചിട്ടാണ് ഇവർ 2 സംസാരിച്ചത്. കേട്ടല്ലോ,
ഇവർ പറയുന്നത്, അതായത് നന്ദന പറയുന്ന ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ചാണ് പറയുന്നതാണ് സ്വന്തം അമ്മ തന്നെ പറയുന്നത്. ഓക്കെ, ഈ അമ്മയ്ക്കും അല്ലെങ്കിൽ ചേച്ചിക്കും ഒക്കെ എതിരെയാണ് നന്ദന അവിടെ നിന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആ സെൻസിൽ മാത്രം എടുക്കുക. കാര്യം ഒരാളെ നമ്പാൻ കൊള്ളൂല. എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ വിറ്റ് കാശാക്കുക. ഓക്കെ, നമ്മളും അവരുടെ വിഷയത്തെ എടുത്ത് നമ്മളും വിറ്റ് കാശാക്കുന്നു. അത്ര മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. നമുക്ക് എന്തായാലും ബാക്കി കാണാം. ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് നിർത്തി വന്ന ടൈമാണ്. ഞാൻ ഗൾഫിലായിരുന്നു. ആദ്യത്തെ ഞാൻ ഗൾഫിലല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ജോലിയില്ല, എനിക്ക് പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഇല്ല, സർട്ടിഫൈഡ് അല്ല, പ്രൂഫും കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് ബികോം സർട്ടിഫിക്കറ്റാ, 3 വർഷത്തെ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഇനി അങ്ങോട്ട് കാണിക്കുന്നത് വെച്ചാൽ ഇയാളുടെ കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് കമന്റ് ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ആ പുറത്ത് രാജ്യത്തുള്ള ഇതേ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫേക്ക് അല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓക്കെ, കമന്റ് സെക്ഷനിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ മറ്റേ പൊന്നൂസിന്റെ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞ് ഇവൻ ഉടായിപ്പാണ്, ഇവന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേക്ക് ആണ്, അങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്. അതിനുള്ള മറുപടി ആയിരുന്നു ഇവർ കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി കേൾക്കാം. ഇതിന് മുന്നേ എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ലോണം പ്രണയിച്ചതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചേട്ടന് മുമ്പ് പ്രണയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊന്നൂസിനും അല്ലെങ്കിൽ നന്ദന ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ അവർ മ്യൂച്വലി ആ കാര്യങ്ങളെല്ലാം വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ അവരുടെ എല്ലാ പാസ്റ്റ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തന്നെയായിരുന്നു അവർ ആ ജീവിതത്തിലോട്ട് തുടങ്ങിയത്. അപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വില്ലന്മാരായി നിന്നത് ആര്? കേൾക്കാം നമുക്ക് എന്താ ഇവർക്ക് പറയാനുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതാണ് ഞാനും പറഞ്ഞു. എനിക്ക് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഈ സംഭവം എനിക്കും വരാം, ആർക്കും വരാം. അത് ഞാൻ ഒന്ന് ഇതിലും പറയുന്നില്ല. ഈ ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാര്യം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളത് അറിഞ്ഞിട്ടും അങ്ങനെ രീതിയിൽ കണ്ടിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കാനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ വേണം, എനിക്ക് അതിനോടാണ് താല്പര്യം എന്ന് പറയുമ്പോൾ അതിന് 100% സപ്പോർട്ടാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. എന്റെ ഫാമിലിയും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോ പിന്നെ ഇവരെന്ന് വിളിച്ചപ്പോൾ തന്നെ അവരും പറഞ്ഞില്ല ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വീട്ടുകാരെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചത്. അല്ലാതെ ഇപ്പം ഈ പറയുന്ന ഗൂഗിൾ എന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റേ പ്രവീൺ പ്രണവിന്റെ കൂട്ട് ഇഷ്യൂ ഉണ്ടാക്കി പുതിയൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും അല്ല കേട്ടോ. കാര്യം അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെയാണ് കല്ലേറുകൾ വരുന്നത്. കാര്യം ഈ ഗൂഗിൾ എന്ന് പറയുന്ന പയ്യൻ ഇങ്ങനെ ഈ ഒരു ഫെയിം ഉള്ള ഒരു കുട്ടിനെ ഇങ്ങനെ കൊണ്ടുവരുന്നു, പിന്നീട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കല്ലേറുകൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിന് കൊടുത്ത മറുപടി. അപ്പം നമ്മുടെ പയ്യന് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗ് വന്നു. അത് പറഞ്ഞ ആളെ ആലോചിച്ച ആൾക്ക് മനസ്സിലാവും. ഞാൻ എടുത്ത് പറയുന്നില്ല. തിരിപ്പുണ്ടാക്കാൻ വേണ്ടി രണ്ടാൾക്കാർ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പൊന്നൂസിന്റെ ഹസ്ബൻഡും, അതായത് നന്ദന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ സ്വന്തം ചേച്ചിയും സ്വന്തം അളിയനുമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. മെസ്സേജ് അവർ തന്നെ ഈ ആരുടെ ഫോണിലേക്കാണ് മെസ്സേജ് വന്നത്, അവർ തന്നെ എനിക്ക് ആ മെസ്സേജ് കാണിച്ചു തന്നതാണ്. അപ്പോൾ എന്റെ അമ്മ പറഞ്ഞു അങ്ങനെ മെസ്സേജ് വന്നിട്ട് എന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത്. അത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച പ്രശ്നമില്ലാന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ ബന്ധം മുന്നോട്ടേക്ക് പിന്നത്തെ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് അതിലൊരു പ്രശ്നമില്ല. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് ഇങ്ങനെ ആ മെസ്സേജിനെ കുറിച്ച് നമുക്ക് ഫുൾ അറിയാം. ആ മെസ്സേജ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അന്വേഷിച്ച് നമുക്ക് അത് പ്രശ്നമില്ലാന്ന് ഇവരിങ്ങനെ ഫുള്ള് സസ്പെൻസ് അടിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ മാത്രം അറിയാൻ മതി. ഞങ്ങളുടെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. അപ്പൊ ബാക്കിയുള്ളവരോട് അറിയണ്ടേ? എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നാട്ടുകാരുടെ മുന്നിൽ വിളമ്പിക്കൊണ്ടിരിക്കണം. അപ്പം എന്താണ് പറഞ്ഞില്ല, ഒരു 50 മിനിറ്റുള്ള മെഗാ സീരിയൽ എല്ലാണോ അങ്ങ് പടച്ചിടും. എന്നിട്ട് എന്താ കാര്യം പറഞ്ഞില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവുണ്ട്, ഞങ്ങൾ പക്ഷെ അടുത്ത വീഡിയോയിൽ ഇടും, മറ്റേ വീഡിയോ ഇടും എന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ പിന്നെ ഒരു 50 മിനിറ്റ് ഇട്ടിട്ട് പറയും അത് പിന്നെ അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം ഞങ്ങൾ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയും. ഈ സംഭവം തന്നെ ഇന്ന് നമ്മുടെ ഈ പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു ലേഡി ആണെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്താണ് ആ ഒരു മെസ്സേജ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പം ഈ ഗൂഗിൾ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിന്റെ 2 സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇങ്ങോട്ട് വായിക്കുക. കുറച്ച് രസമാണ്. എന്തോ മിന്നായം പോലെ ഞാൻ കണ്ടു, പിന്നെയും അയച്ചു റിപ്ലൈഡ്, ആ സ്റ്റോറിക്ക് റിപ്ലൈ എടുത്തേക്കാതെ എന്തോ മിന്നായം പോലെ കണ്ടു 2-3 ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി കൊറ്റിയ കളൻ. അപ്പൊ എന്തോ ഒരു വോയിസ് അയച്ചേക്കുന്നത് അത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. എന്ത് നീ വല്ലതും ചെയ്താ പോടാ മൈ ... അത് ആ ഡ്രസ്സിന്റെ ആണ്. എന്നാലേ ഞാൻ കരുതി ഒന്നുമില്ലെന്ന്. ഇപ്പൊ മനസ്സിലായി നല്ലോണം ഉണ്ട് ചേട്ടാ. ഇങ്ങനെയുള്ളൊരു മെസ്സേജ് ആയിരുന്നു അവര് ഇപ്പൊ പൊന്നൂസ് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കണം നിങ്ങളുടെ അടുത്ത്. ഈ സാധനം നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ അറിയേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പബ്ലിക് ആയിട്ട് സ്വന്തം അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ഈ ഒരു സാധനം, ഓക്കെ, ഇവരുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ഇനി നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുകയാണോ ചെയ്യുന്നത്? പിന്നെ ഇത് നാട്ടുകാരുടെ മുന്നിൽ ഒരു സ്വന്തം അനിയത്തിയുടെ ലൈഫ് ഇല്ലാണ്ടാക്കണം എന്നാണ് ഒരു ചേച്ചി വിചാരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിച്ചു, പിന്നെ അതെല്ലാം സോൾവ് ആക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കാൻ അപ്പുറത്തേക്ക് വീണ്ടും ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതും ഒരു പ്രൈവറ്റ് ചാറ്റാണ് എടുത്ത് ഇതുപോലെ എക്സ്പോസ് ചെയ്തേക്കുന്നത്.
ഓക്കെ, അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ജോലി പറഞ്ഞില്ലേ, ഒരാളോട് ചോദിച്ചു ഈ ജോലിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടന് താല്പര്യമില്ല അവിടേക്ക് പോവാൻ. അപ്പൊ നിന്റെ ലൈഫ് സെറ്റാണ് പറഞ്ഞു, ഇവിടെ നിന്നാലും സെറ്റ് ആവുന്നത് ഞങ്ങൾ സെറ്റ് ആവാൻ മതി, ഏട്ടന് അവിടെ തിരിച്ചു പോകാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ കളർ സർട്ടിഫിക്കറ്റ് ആകും, അതാണ് അയച്ചു തരാത്തത് മറുപടി. അത് മറുപടി ഒരു രീതിയിൽ വന്നപ്പോഴാണ് അവളോട് ഞാൻ സർട്ടിഫിക്കറ്റ് അയപ്പിച്ചത്. അപ്പൊ ഈ കളികൾ മുഴുവൻ കളിച്ചത് മറ്റേ ശിവൻ എന്ന് പറയുന്ന പൊന്നൂസിന്റെ ഹസ്ബൻഡാണ് ഈ പരിപാടി മൊത്തം കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ അവന്റെ കള്ള സർട്ടിഫിക്കറ്റ്, അവൻ കൂടാഹിപ്പാന്നും പറഞ്ഞുകൊണ്ട് മിക്കവാറും ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൊള്ളും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ. എന്റെ വീടിന്റെ ഡോറ് രണ്ടും അടച്ചിട്ട് പറയുന്ന ആളുടെ കുട്ടീനെ കൊണ്ട് ഞാൻ കിണറ്റിലിടാൻ വേണ്ടി കിണറ്റിന്റെ അവിടെ പോയി നിന്നു. ഒന്നാമത് എന്റെ വീട്ടിലെ കിണർ എവിടെയാന്ന് വെച്ചാൽ പറമ്പിലാണ്, ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപറ്റത്തല്ല, അച്ഛനനിയന്റെ പറമ്പിലാണ് ഞങ്ങൾ കിണർ വെക്കുന്നത്. ഞങ്ങളുടെ ആ കിണറിനാണ് ഞങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ആ പറമ്പിലുള്ള കിണറ്റിലേക്ക് എന്റെ ഫാമിലി ആകെ എന്റെ അച്ഛൻ മാത്രം പോകാറുള്ളൂ, അത് മോട്ടർ കംപ്ലൈന്റ് ആയി മാത്രം, അല്ലാതെ ആ കിണറ്റിന് ഞങ്ങൾ പോകാറില്ല. അതിന് വക്കൊന്നും കെട്ടാത്തൊരു പറമ്പിലുള്ള കിണറാണ്, ഒരാളും പോകാറില്ല. പിന്നെ ഒരു കുട്ടീനെ എടുത്ത് വീടിന് പുറത്ത് നിന്നുകൊണ്ട് കുട്ടീനെ കൊണ്ട് കിണറ്റിലില്ല. ഈ 4 പേര് മറ്റേ അമ്മ, ചേച്ചി, ചേട്ടൻ, അച്ഛൻ ജിമ്മിനോ അത്രയും വിശ്വാസമില്ലാത്ത ഒരാളിലേ കുട്ടീനെ ഏൽപ്പിച്ച ഒരാൾ പോവോ? ന്യായമായ ചോദ്യമാണ്. അതിന് പൊന്നൂസും ഈ പറയുന്ന ഫാമിലി എല്ലാവരും ഉത്തരം പറയാൻ മതിയുള്ളൂ. അപ്പോഴുമാണെങ്കിൽ അപ്പുറത്ത് ഇവരുടെ അമ്മ ഇരുന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ നീ അങ്ങനല്ല, നീ അങ്ങനെ ഭയങ്കര ഇല്ലുടി എന്നൊക്കെ പറയുന്നുണ്ട്. സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ, ഈ 3 കൂട്ടരും സൈക്കോസ് ആണ്, ഉള്ള കാര്യം പറയാലോ. ഉപ്പുമുളകം ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലാണെങ്കിലും, ഇപ്പൊ നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ചാനലാണെങ്കിലും, മറ്റേ പൊന്നൂസ് വ്ലോഗ് എന്ന് പറയുന്ന ആ ചാനലാണെങ്കിലും, ഈ ചാനലിനകത്ത് അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഭയങ്കര സൈക്കോസ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എങ്ങനെയാണ് സ്വന്തം കുടുംബത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, എന്റെ കുഞ്ഞിനാണെങ്കിൽ അവർ കണ്ടിട്ട് കൊല്ലാൻ നോക്കി എന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? 2023 തുടങ്ങിയിട്ട് ഇപ്പോൾ എന്റെ ചാനലിൽ ഷോർട്സും ഫുൾ വീഡിയോ ഒക്കെ കൂടിയിട്ട് 46 വീഡിയോ ഉള്ളൂ. അങ്ങനെ ചാനൽ വളർത്തിക്കൊണ്ടുവരണം, അങ്ങനെ കാശ് ഉണ്ടാക്കണേ എന്നുള്ള മൈൻഡുള്ള ആളാണെങ്കിൽ എനിക്ക് എന്നേ വീഡിയോ ഇട്ട് വളർത്തിക്കൊണ്ടുവരായിരുന്നു. എനിക്ക് അങ്ങനെ ഓവറായിട്ട് ചാനൽ അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു അങ്ങനത്തെ മൈൻഡുള്ള ആളൊന്നല്ല. യൂട്യൂബിൽ പിന്നെ വീഡിയോ ഇടുന്നത് പുണ്യം കിട്ടാനാണല്ലോ മോൾ, അതങ്ങ് വിട്. യൂട്യൂബിൽ ഇപ്പൊ ഏതൊരാളാണെങ്കിലും ഇപ്പൊ ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ചാനലിൽ ഈ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ കൂടിയപ്പോഴത്തേക്കിന് അയ്യോ നമുക്കിതൊന്നും വേണ്ടായേ, നമ്മളിതൊന്നും ആഗ്രഹിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാലല്ലോ നിങ്ങൾ നിന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ മനസ്സ് നല്ല ആനന്ദ നിർവൃതി അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ അങ്ങനത്തെ ടാസ്ക് ഒക്കെ ഇങ്ങോട്ട് അയ്യോ നമുക്ക് ഗ്രോത്ത് വേണ്ടെന്ന് ആ സാധനമൊക്കെ അങ്ങ് കളഞ്ഞങ്ങോട്ട് മാറ്റി അങ്ങ് വെക്ക്. ഈ 8 വോയിസ് അത് അവർക്ക് അറിയില്ല, കാരണം ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ വോയിസ് ഓൺ ആക്കിയിട്ട് എനിക്ക് അയച്ചതാണ്. പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഫോണിൽ അയച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ കല്യാണം നടത്തി തരില്ല, പലരോടും കാലിൽ പോയി പിടിച്ചാലേ പലരോടും പോയി മിണ്ടിയാലേ ഈ കല്യാണം നടത്തി തരൂ അല്ലെങ്കിൽ നടത്തി തരില്ല എന്ന് വ്യക്തമായി. അല്ല, വീട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് വളരെ കൃത്യമായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നീട് നാളെ ഒരിക്കൽ ഇത് പബ്ലിക്കിലോട്ട് ആക്കി പൈസ ആക്കണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാനസികാവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അന്ന് പ്രവീൺ പ്രണവ് ഇഷ്യൂ ഉണ്ടായിരുന്ന ടൈമിൽ അത്രയും സീരിയസ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഇവർ ഈ പറയുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അന്ന് ഷൂട്ട് ചെയ്ത് ഇവർക്കൊക്കെ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി അത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. കാര്യം അങ്ങനെ ഒരു വഴക്കുണ്ടാകുമ്പോഴേ നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ വീഡിയോ വഴക്കുണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുപോലെ ഫോൺ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണോ ചെയ്യുന്നത്? എന്നിട്ട് പിന്നീട് യൂട്യൂബ് ചാനലോട് ഞങ്ങൾ കാണിക്കുവേ എന്ന് പറഞ്ഞ് അതും വിട്ട് പൈസ കേൾക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം എല്ലാ ദിവസവും ഓരോ നേരക്ക് ഞാൻ ഫുഡ് കഴിച്ചു പോയി. ഓരോ നേരവും ഇപ്പൊ അങ്ങനെ കാര്യം അന്ന് രാജ് ടോക്സിനെ വിളിച്ചിട്ട് നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നത് 28 ദിവസം ഞാൻ പട്ടിണി കിടക്കുമായിരുന്നു. ആൾക്കാർക്ക് അത് കയറി വെച്ച് കൊടുത്തപ്പോഴത്തേക്കിന് പറഞ്ഞു എല്ലാ ദിവസവും ഞാൻ ഓരോ നേരം മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളായിരുന്നു. അങ്ങനെ 28 ദിവസം തള്ളി നീക്കിയെന്ന്. അപ്പൊ ഓരോ ടൈമിൽ ഓരോന്നാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരിക്കുമ്പോൾ പല ഡയലോഗുകൾ നമുക്ക് കേൾക്കേണ്ട അടുത്ത് അവിടുന്ന് കൊണ്ടുപോയി അവിടുന്ന് വിളിക്ക് അവിടുന്ന് കാശ് കൊണ്ട് അല്ലെങ്കിൽ തിന്നണം ഇവിടുന്നുള്ള കാശ് കൊണ്ട് തിന്നണം അങ്ങനത്തെ രീതിയിലുള്ള പല കാര്യം. റൂമിൽ ലൈറ്റ് ഇട്ട കറണ്ട് ബില്ല് കൂടും, ലൈറ്റ് ഓഫ് ചെയ്യണം, റൂമിന്റെ ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. അതെ, വീട്ടിൽ കള്ളച്ചോറ് നിന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിന് പഠിക്കാൻ പോകാൻ പറഞ്ഞാൽ അതും കേൾക്കാതെ ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വീട്ടുകാർ പറയും. അത് നന്ദനയുടെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്. ഓക്കെ, അല്ലാതെ അത് പറഞ്ഞപ്പോഴത്തേക്കും അത്ര വലിയ കുറ്റമായിട്ട് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഓക്കെ, അതിനും ന്യായീകരണമായിട്ട് അമ്മ അപ്പുറത്ത് പറയുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്നുള്ളത്. ഇങ്ങനെ ഡേറ്റിന്റെ അന്നാണ് ഇവർ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ലാന്നല്ല പറഞ്ഞ ഡേറ്റ് അതിന്റെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, ഞാൻ ഡേറ്റ് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. ഡേറ്റ് 7 ദിവസം ഇപ്പൊ ആയി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ട് പോവാലോ, അമ്പലം ഇങ്ങോട്ട് പോവില്ലല്ലോ, നമുക്ക് പോവാലേ എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു പറ്റില്ല, അവർക്ക് വർക്കില്ല കാര്യങ്ങളില്ല, അമ്പലങ്ങൾ പോയില്ലെങ്കിൽ അത് കിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. പോകണമെന്ന് ഒരിക്കലും ഇവിടെ അടുത്തുള്ള അമ്പലത്തില്ല, പളനി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ചാൽ പളനിക്ക് പോവാം. രാവിലെ 10 മണിക്ക് 11 മണിക്ക് പോയാൽ രാത്രി പുലർച്ചെ 3 മണി 2 മണി നേരത്തൊക്കെയാണ് തിരിച്ചെത്തുക. എന്താ വെച്ചാൽ പോയി 5 മണിയൊക്കെ ആവും പളനിയിൽ എത്തുമ്പോൾ. ഒരു പെൺകുട്ടിയെ ഞാൻ പുലർച്ചെ 3 മണി വരെ വീട്ടിലൊട്ടിക്കായിരുന്നു. അപ്പൊ എനിക്ക് പേടിയാവുമ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് വരുന്നത്. എല്ലാ ഫാമിലിന്ന് വെച്ചാൽ ഇപ്പൊ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് പോകാൻ പറ്റാത്ത സമയമാണ്. അമ്പലത്തേക്ക് ഒരിക്കലും ഡേറ്റ് ആകുമ്പോൾ പോകാൻ പറ്റില്ല.
അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബക്കാരല്ലേ. ഇപ്പൊ തന്നെ ഏട്ടനോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം നിന്നെ കൊണ്ടുപോകാണ്ട് വീട്ടിൽ ആക്കി പോവല്ലേ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അത് അവർ നല്ല രീതിയിൽ ഇരിക്കുകയാണ്. അതേ തന്നെ പിറ്റേത്തെ മാസം ഇതേ ഡേറ്റിലാണ് അവര് സെയിം കളിച്ചു. പിന്നെയും ഞങ്ങൾ പളനിക്ക് പോകാൻ പറഞ്ഞു, പോയി. അന്ന് പോയത് പളനിക്ക് വന്നത് 3 കൂടി പോയിട്ട് വന്നത്. അന്ന് തന്നെ പോണത് ഇത്തരം വാശിയാണ്. അത് പലരുടെയും വാശിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പലരും നിൽക്കുക. ഈ പിഞ്ചു പൈതലിനോട് ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചത് ആ 2 പേരാണ്. ആരാണ് ആ 2 പേർ? സ്വന്തം ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡും. ഓക്കെ, എത്ര മനോഹരമായിരിക്കുന്നു. എടി ഇതിനൊക്കെ അവർക്കും പറയാനെ കൊണ്ട് ഓരോ ന്യായീകരണം ഉണ്ടായിരിക്കും. ഓക്കെ, അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയാം. അമ്മ തന്നെ ഇവരുടെ വന്ന് പറയുന്നുണ്ട് ഇതിനെല്ലാം വളച്ചൊടിക്കുകയാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉറച്ചു നിൽക്കുക. ഇത് നമുക്ക് പ്രാന്താവുകയാണ്. ഉള്ള കാര്യം പറയാലോ. നിങ്ങൾക്ക് അറിയാലോ, ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 തവണ ഇരുന്ന് ഞാൻ കാണും. കാര്യം ശരിക്കും അനലൈസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് നിങ്ങളുടെ പറയാറില്ല. ഈ ഒരു സാധനം 50 മിനിറ്റിന്റെ ഒരു മെഗാ സീരിയലും പിന്നെ അരമണിക്കൂറിന്റെ വേറൊരു സാധനം കണ്ട അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്നിരുന്നാലും ഇതൊക്കെ കണ്ട് തലയ്ക്ക് പ്രാന്താവും. പിന്നെ എന്റെ ജോലിയായി പോയിട്ട് മാത്രം ഇതിനകത്ത് ഞാനിങ്ങനെ കുത്തിരിക്കുന്നത്, അല്ല എനിക്ക് ഒരാവശ്യം ഉണ്ടായിട്ടല്ല. പല പല ഏട്ടന്റെ മന്ത്രവാദിയാണ്, കൂടോത്രക്കാരനാണെന്നൊക്കെ ഇപ്പൊ കേൾക്കുന്നത്. ഒരാൾ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടാൻ ഒരു അനുവാദം ഇല്ലേ? ഒരിക്കലും ആരെയും മെൻഷൻ ചെയ്തിട്ടല്ല ആ സ്റ്റാറ്റസ് ഇട്ടത്. അതല്ല ഞാൻ ആലോചിക്കണേ, ആ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് റെക്കോർഡ് ചെയ്ത് എനിക്ക് തോന്നുന്നത് അത് ഓൾറെഡി പ്ലാനിങ് ആണ്. നമ്മളെങ്ങനെയും ഇതാരെ ഈ പറയണേ? കുറച്ചു മുന്നേ നിങ്ങൾ എന്താ പറഞ്ഞത്? വീട്ടിലുണ്ടായിട്ടുള്ള അടിയും അഴുക്കിന്റെ ഇടയ്ക്ക് ഞാൻ 8 വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാവേ എന്ന് പറഞ്ഞ ഇതേ ടീംസ് ആണ് പറയുന്നത്. അപ്പുറത്ത് പൊന്നസൊക്കെ ആണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്തുവായിരുന്നു ചെയ്തോണ്ടിരുന്നത്? അങ്ങോട്ട് ചെളിവാരി എറിയുക, ഇങ്ങോട്ട് ചെളിവാരി എറിയുക, അങ്ങ് സുഖം പിടിക്കുക, അങ്ങ് സുഖിക്കുക. തീരെ ഈ സീരിയലാണ് സംഭവം. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ സീരിയലിലാണ് ഈ പറഞ്ഞ ഈ പോരുകൾ അവിടെ കുത്ത ഇവിടെ കുത്ത. സത്യം പറഞ്ഞാൽ സംസാരിക്കാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് കേൾക്കും. അതുകൊണ്ട് നമ്മൾ മെസ്സേജുകൾ എടുത്താൽ പേഴ്സണലി മെസ്സേജ് അടക്കം എടുത്ത് വായിക്കും. പല മെസ്സേജുകളും ഞങ്ങൾക്ക് തമ്മിൽ അയക്കാനോ. നമ്മൾ ഇപ്പൊ കല്യാണം ഉറപ്പിച്ച് വരാകുമ്പോൾ പലതും സംസാരിക്കും. എത്ര മോശമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ ഞാനൊരു കാര്യം പറയാം. ഇഫ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പ്രായപൂർത്തിയായിട്ടൊരു വ്യക്തി ആകുമ്പോഴത്തേക്കിന് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ അയാൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. പിന്നീട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു പ്രൈവസിയിൽ കടന്നു ചെല്ലുക, അതിപ്പോൾ പേരൻസ് ആണെങ്കിലും അത് ഇഷ്ടപ്പെടില്ല, അത് മോശം രീതിയിൽ മാത്രമേ ബാധിക്കുള്ളൂ. കാര്യം അവർക്ക് നല്ലതേത് തെറ്റേത് അല്ലെങ്കിൽ ശരിയേത് തെറ്റേതെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമായിരിക്കും അവർ ഒരു കാര്യം ചൂസ് ചെയ്യുക. അത് പഠിപ്പിച്ചു കൊടുക്കാതെ അവരുടെ പ്രൈവസിയിലോട്ട് കടന്ന് കൈയിട്ട് ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. അത് ചേച്ചിയാണെങ്കിലും അച്ഛനും അമ്മയും ആരാണെങ്കിലും ശരി. വ്ളോഗ് കണ്ടിട്ടാണ് എന്നെ കെട്ടിയത്. ഈ പറയുന്ന മനുഷ്യന് 1 ഗ്രാം സ്വർണ്ണമില്ലാതെ ഞാൻ വന്നിട്ടും എന്നെ സ്വീകരിച്ച ആളാ. എന്തിനാ 1 ഗ്രാം? ഇപ്പൊ തന്നെ 1 ഗ്രാമിന്റെ ആണെങ്കിൽ 100 മടങ്ങ് ഉണ്ടാക്കാനുള്ള സാധനം ഇപ്പൊ തന്നെ നിങ്ങളുടെ വിഷയം വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ എന്തിനാണോ 1 ഗ്രാം? ബുദ്ധിമാനാണ് ബുദ്ധിമാൻ. വ്ളോഗ് കണ്ടിട്ട് എന്നെ കെട്ടിയത്. ഞാൻ വ്ളോഗ് എടുത്തില്ലെങ്കിൽ ആളെന്നെ നോക്കും അല്ലേ? അത് കുറച്ച് നാളോടെ കഴിയുമ്പോ അറിയാം. ഈ വ്ളോഗൊക്കെ ഒന്ന് നിർത്തി നോക്ക്, അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അപ്പൊ അറിയാം ഇത് നമ്മളെ കൂടെ കൂട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. കളിച്ച കളി ഉണ്ടല്ലോ, ആ ഒരു ഫാമിലി തകർന്നു പോയി. ആ ഒരു ബോണ്ട് ഉണ്ട്, ആ ബോണ്ട് ഇല്ല. സത്യം പറഞ്ഞാല് അല്ല, നിങ്ങൾ കുറെ നേരമായില്ല 2 ആൾക്കാരുടെ കളി എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി നിങ്ങളുടെ അമ്മ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ അച്ഛനും പറയുന്ന കാര്യമൊക്കെ ഇനി നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ചിലപ്പോ കത്തിച്ച് ചാമ്പലാക്കും. കേട്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭേഷ കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് എന്താ പറയാ, ഇവിടെ ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ അവരൊരാളുടെ ഷോക്കാവും, അവിടുന്ന് ഒരാൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ ബാക്കിയുള്ളൊരു ഷോക്കാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. വയലൻസ്. ഞാൻ എന്ത് വയലൻസ് കാണിക്കേണ്ട കാരണം എന്താണെന്ന് അറിയോ? കാണിക്കണോ? നീ ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാണിക്കണോ? അതെന്തേ ചേട്ടൻ വയലൻസ് കാണിച്ച് വിജയമാണ്? ചേട്ടൻ കലിപ്പനാന്ന്. ചേട്ടന് കലിപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കയ്യിലെ ഞാനൊക്കെ തന്നൊക്കെ ഇങ്ങനെ കടിച്ച് മുറിക്കും. അതുപോലെ കലിപ്പാ ചേട്ടന്. എന്റെ പൊന്ന് കലിപ്പൻ ചേട്ടാ, ഞാൻ വയലൻസ് ആക്കി എന്നെ പിടിക്കാൻ കിട്ടൂല. അപ്പുറത്ത് ഇവരുടെ അച്ഛനും പറയുന്നുണ്ട്, എടാ മോനെ നീ മാത്രം നമുക്കും അറിയടാ വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അച്ഛൻ അവിടെ നിന്ന് കിടന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വമധ്യ കേസ് കൊടുക്കും സ്റ്റേഷനിൽ. കുഞ്ഞു പറഞ്ഞോട് മാത്രമേ കാണിക്കാൻ. കാരണം ഒരു കാര്യം കണ്ടതിന് ശേഷമാണ് എനിക്ക് അത്ര ദേഷ്യവും ഈ പറഞ്ഞ വയലൻസും എല്ലാം വന്നത് അവിടെ വയലൻസ് മാർക്ക് കണ്ടിട്ട് ഭ്രാന്തായതാന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചത് ഇവരിപ്പോ ഫോട്ടോ കാണിക്കും എന്നിങ്ങനെ നിരന്തരം പറഞ്ഞോണ്ടിരിക്കും.
പക്ഷെ കാണിക്കൂല. അടുത്ത വീഡിയോക്ക് കണ്ടന്റ് വേണ്ടേ? കാര്യം ഈ ഇവരുടെ ആണെങ്കിൽ 10-40 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇപ്പൊ കാണിക്കുന്നു, പക്ഷെ കാണിക്കൂല. ഇനി അടുത്ത വീഡിയോ, ഇനി അടുത്തൊരു മെഗാ സീരിയൽ ഇവിടെ ഇറക്കും, അതിനകത്തും വിചാരിക്കും കാണിക്കുന്നു. അതിന്റെ ഒരു മിന്നായം പോലെ എവിടെ ഒക്കെ ഒന്ന് കാണിക്കും, എന്നിട്ട് പറയും ഇനി ഞങ്ങൾ തെളിവ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേണ്ടി വന്നാൽ അടുത്ത വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഈ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് പലവർക്കും കുറച്ച് 4 വർഷം മുന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചറിയാം. ദേഷ്യം വരുമ്പോൾ ആർക്ക് എന്തൊക്കെ തുറന്ന് പറയും, ഇല്ലാത്ത കാര്യം ഇല്ലാത്തത് പറയും, ഇല്ലാത്തത് പറയുന്നൊക്കെ അറിയാം. അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് അറിയാം. പക്ഷെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ നിങ്ങൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ അത് മാറി അതാണ് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ കുട്ടി പറഞ്ഞേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ വീഡിയോ വിഷയങ്ങളെല്ലാം റിയാക്ട് ചെയ്യുന്ന ടൈമിൽ, അന്ന് ഈ പൊന്നൂസ് ഒളിച്ചോടി പോയ ടൈമിൽ, അന്ന് ഈ പൊന്നൂസും പൊന്നൂസിന്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് കാറിലിരുന്ന് എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് അച്ഛനും അമ്മയെ നിരന്തരം ടോർച്ചർ ചെയ്തതിന്റെ പേരിൽ ഇനി മേലെ വീട്ടിൽ കയറി പോകരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരോടൊക്കെ അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഇറങ്ങിപ്പോയത് എന്ന് പൊന്നൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു വിഷയം നടക്കുന്ന ടൈമിൽ അവർ വന്ന് പറഞ്ഞ എന്താണ്, എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് മൊത്തം സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിന്നെ നേരെ അന്ന് പറഞ്ഞ സാധനത്തിന് മൊത്തം തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇന്റർവ്യൂ വിളിക്കാൻ കുറെ ചാനൽസ് വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു മാനസികാവസ്ഥയിൽ എന്തിനാണ് അവരെ ഇങ്ങനെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതെന്ന് അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, അവർ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് അവരാരും മാനിക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ തൊട്ട് പുറകെ ഈ പൊന്നൂസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്ന സാധനം എന്താണ്, ഈ പറയുന്നത് ഞങ്ങളുടെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചാനലിനകത്തൂടെ പറഞ്ഞോളാം. അതായത് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വല്ല നക്കാപ്പിച്ച വല്ലതും കിട്ടിയാലായി. ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം ചാനൽ ഇട്ട് കഴിഞ്ഞാൽ 50 മിനിറ്റിന്റെ മെഗാ സീരിയൽ ഇടും, ഇഷ്ടംപോലെ പൈസയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവരെല്ലാരും ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഗർഭമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗർഭമില്ല. ഈ ഗർഭമുണ്ടെങ്കിൽ പിന്നെ 10 മാസം കഴിഞ്ഞ് പ്രസവിക്കാൻ വേണം. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ലേ, പറയാണ്ടിരിക്കാൻ പറ്റും, നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നാമത്തെ ഒരു ഗർഭമില്ല. 100% ഈ കാര്യത്തിനോട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ ഇങ്ങനെ പെരുക്കി വിറ്റ് കാശാക്കുന്ന ഇവര് ഇങ്ങനെ ഒരു ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വിറ്റ് കാശാക്കൂലേ. എടി ഫാമിലി വ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഗ്നൻസി റിലേറ്റഡ് വ്ലോഗിനെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു സാധനം ഇവർ വേണ്ടാന്ന് വെക്കുവോ? ഒരിക്കലും വെക്കൂല. എന്നാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ കണ്ട് ഇവിടെ കലാശക്കൂട്ട് എഴുതി ഇവിടെ അങ്ങ് തീർക്കണം. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാട്ടോ. അപ്പം ഈ ഒരു വിഷയങ്ങൾ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഈ ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഞാൻ ഈ ഒരു വിഷയം തീരാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ കൂടുതൽ ഏതെങ്കിലും ഒരാൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നിർത്തിയാൽ തന്നെ ഈ പ്രശ്നങ്ങൾ മൊത്തം തീരും. ആൻഡ് എഗെയിൻ ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്, പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് വെക്കേണ്ടത്. അല്ലാതെ കണ്ടന്റ് ഇത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് അല്ല ഫാമിലി വ്ലോഗിങ് ആണ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഒന്നും കൊണ്ട് ആട്ടാറ മുന്നിൽ വിളമ്പേണ്ട ആവശ്യമില്ല. ഇവരിടുന്ന ടൈറ്റിൽ പോലും എടുത്ത് എന്താണ് വീടിലെ വഴക്ക് എന്നുള്ള സാധനം അടിച്ചാണ് ഇവർ റീച്ച് കയറ്റുന്നത്. അതോ ഇവരിനി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സാധനമാണോ? എനിക്ക് തോന്നുന്നില്ല പ്ലാൻ ചെയ്യുന്ന കാര്യം, അത്ര സീരിയസ് ഇഷ്യൂ ആണ്. ഓക്കെ, എന്തായാലും അങ്ങോട്ടേക്ക് മക്കളും കൊള്ളാം, അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻസും കൊള്ളാം, എല്ലാം അടിപൊളിയാണ്. ഒരു കുടുംബം ഇതുപോലെ ആയി തീരല്ലേ എന്നുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.